എന്തിനാണ് മുഖ്യമന്ത്രി കള്ളം പറയുന്നത്? ഇതാണ് ചോദ്യം. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്തിന് കള്ളം പറയുന്നു? എന്തിനു നുണ പറയുന്നു? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ? നുണ പറയാൻ പാടുണ്ടോ? ജൂൺ 17-ാം തീയതി മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. മുൻ സർക്കാർ പണം വാങ്ങി എന്നാണ് പറഞ്ഞത്. LDF സർക്കാർ പണം വാങ്ങി, 99 കോടിയിലധികം വാങ്ങി എന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുകയാണ്. ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് ജൂൺ മാസം 17-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. എന്നിട്ട് അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ 2026 ഒക്ടോബർ മാസം 24 RSS അജണ്ട നടപ്പാക്കാനാണ് CPM ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട ശേഷമാണ് PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത്. സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് ഇത്. ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 2026 ഒക്ടോബർ മാസം 24 പറഞ്ഞതാണ്. ഇത് രണ്ടും ഒരു VD സതീശൻ തന്നെയല്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് രണ്ടും ഒരേ പാർട്ടിയിലെ തന്നെ നേതാവല്ലേ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇപ്പോഴതേ മുഖ്യമന്ത്രി ഇതേ ആളുകളുടെ മലയാളികളെ ആകെ വിഡ്ഢികളാക്കി അതിൽ ഒപ്പിടാൻ പോകുന്നു. ആദ്യം മുതൽ ഇതുവരെ ശ്രീ VD സതീശൻ തുടർച്ചയായി കള്ളം പറയുന്നത് എന്ത്? ഇതാണ് എൻ്റെ ചോദ്യം. കള്ളം പറയുന്നത് മറ്റെന്തോ മറച്ചു വയ്ക്കാനാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നുണരോഗം മന്ത്രിസഭയാകെ ഇപ്പോൾ ബാധിച്ചിട്ടുണ്ട്. ഒരു പൊതുനയമായി മാറിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ N ഷംസുദ്ദീൻ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒപ്പിട്ടത് പിന്മാറാനാകാത്ത ധാരണാപത്രത്തിലാണ്. ഇന്നലെ പറഞ്ഞതാണ് നിങ്ങളുടെ മുമ്പിൽ. ഒപ്പിട്ടത് പിന്മാറാനാകാത്ത ധാരണാപത്രത്തിലാണ്. പിന്മാറാനാകുമെന്ന് പറയുന്നത് തെറ്റിദ്ധാരണ പരത്താനാണ്. ഇതാണ് മന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടൂർ പ്രകാശിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരൂ. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് UDF കൺവീനർ. പിന്മാറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഏതൊക്കെ സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് UDF തീരുമാനിക്കും. പിന്മാറാനാകാത്ത സാഹചര്യമാണ് എന്ന് പറയുന്നത് കള്ളമല്ലേ? കള്ളമാണെന്നാണ് ശ്രീമതി ജബി മേത്തർക്ക് രാജ്യസഭയിൽ കിട്ടിയ ഉത്തരം വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് പിന്മാറിയാൽ ഇതൊരു ഊരാക്കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. പിന്മാറിയാൽ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ സംബന്ധമായ ഫിനാൻഷ്യൽ എയ്ഡും അവസാനിപ്പിച്ച് കളയും എന്ന ധാരണ പരത്തുന്നതും നുണയാണ്, കള്ളമാണ്, പച്ചക്കള്ളാണ് എന്ന് വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ PV അബ്ദുൽ വഹാബ് ഇന്നലെ രാജ്യസഭയിൽ കിട്ടിയ ഉത്തരമാണ്. വസ്തുത ഇതായിരിക്കെ, ഇതാണ് ഫാക്റ്റ്. അതിങ്ങനെ വെള്ളപ്പേപ്പറിൽ കറുത്ത അക്ഷരത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫാക്റ്റിൻ്റെ മുമ്പിൽ എന്തിനാണ് മലയാളികളോട് തുടർച്ചയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗും കള്ളം പറയുന്നത്? ഇതാണ് ചോദ്യം. അത് യഥാർത്ഥ കാര്യത്തെ മറച്ചു വയ്ക്കാൻ വേണ്ടി യഥാർത്ഥ കാര്യം. ഈ സർക്കാരും ശ്രീ VD സതീശനും പൂർണ്ണമായി സംഘപരിവാരത്തിൻ്റെ നിഴലായി മാറിക്കഴിഞ്ഞൊരു മന്ത്രിസഭയാണ്. ഞാനത് ആവർത്തിച്ച് പറയുകയാണ്. ശ്രീ VD സതീശനും സംഘപരിവാർ നേതൃത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. ഞാനതിൻ്റെ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതും ഇന്നലെ ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. UDF ഗവൺമെൻറ് പുനർജനി വിഷയത്തിൽ ശ്രീ VD സതീശന് ക്ലീൻ ചിറ്റ് നൽകി. നിങ്ങൾക്കറിയാവുന്നതുപോലെ പുനർജനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ചു എന്ന് പറഞ്ഞ് എത്ര പാതിരിമാരെയാണ്, എത്ര പുരോഹിതന്മാരെയാണ് ജയിലിലടയ്ക്കാൻ ശ്രമിച്ചത്? എത്ര സ്ഥാപനങ്ങളെയാണ്, എത്ര നോൺ പ്രോഫിറ്റഡ് ഓർഗനൈസേഷൻസിനെയാണ് വേട്ടയാടിയത്? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് ശ്രീ VD സതീശൻ്റെ മേൽ FIR ഉണ്ടായിരുന്ന, അന്വേഷണം ഉണ്ടായിരുന്ന ഇത്രയും കാലം ഈ പ്രശ്നം ഉയർന്നു വന്നതിന് ശേഷം കേന്ദ്ര ഏജൻസികൾ മിണ്ടാതിരുന്നു? ഇതിന് മറുപടി പറയണ്ടേ? അത് പ്രകടമല്ലേ? തിരിച്ച് CPIMൻ്റെ LDFൻ്റെ ഒരു മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരാളോ ഇതുപോലൊരു കേസിൽ വന്നു എന്നിരിക്കട്ടെ, പുനർജനി പോലൊരു കേസ്, വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നൊരു കേസ്, ഒരു ആരോപണം വരുന്നു, ഒരു പ്രശ്നം വരുന്നു, വസ്തുതകൾ വരുന്നു. എന്തായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്? എന്തായിരിക്കും EDയുടെ നിലപാട്? എന്തേ സതീശൻ്റെ കാര്യത്തിൽ, ശ്രീ സതീശൻ്റെ കാര്യത്തിൽ ED മൗനവ്രതത്തിലായി? എന്തേ പോയില്ല? RSSൻ്റെ നേതാക്കൾ പ്രതിചേർക്കപ്പെടുന്ന അയോധ്യയിൽ EDക്ക് പനി. അതോടൊപ്പം ശ്രീ VD സതീശൻ്റെ കാര്യമാകുമ്പോഴും EDക്ക് പനി.
ഇതെങ്ങനെയാണ് ഈ രണ്ട് പനിയും ഒരേപോലെ വരുന്നത്? എന്തുകൊണ്ടാണത്? അതുകൊണ്ടാണ് ആർ എസ് എസിൻ്റെ ചൊൽപ്പടിയാണ്, ആർ എസ് എസിൻ്റെ നിർദ്ദേശമാണ് താൻ നടപ്പിലാക്കുന്നത്. സംഘപരിവാറിനെ പിണക്കാനാകില്ല എന്ന സത്യം മറച്ചു വയ്ക്കാനാണ് ശ്രീ വി ഡി സതീശൻ തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കള്ളം അധികാരത്തിൻ്റെ പങ്കുപറ്റുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ലീഗ് കണക്ക് പറയേണ്ടി വരും അവരുടെ അണികളിൽ നിന്ന്, അവരുടെ വോട്ടർമാരിൽ നിന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് ശ്രീ വി ഡി സതീശൻ്റെ നുണ അവസാനിപ്പിക്കണം. ഇതുപോലെ കള്ളം പറയരുത്. തുടർച്ചയായി കള്ളങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ മാറുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ അദ്ദേഹത്തോട് വിനീതമായൊരു അഭ്യർത്ഥന, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രമെങ്കിലും ഒന്ന് മാറ്റിവെക്കണം. ഈ പാഠ്യപദ്ധതിയിൽ ചില ഇളവുകൾ ലഭിക്കുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ വി ശിവദാസൻ എം പി നൽകിയിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് NEP ചട്ടക്കൂടിൽ ഉള്ള പാഠ്യപദ്ധതികൾ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം ആ വാദവും പൊളിയും. അതും നുണയാണ്. എല്ലാ നുണകളും പൊളിയും. ആ വാദവും പൊളിയുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ കള്ളവും പൊളിയും. കള്ളം പറഞ്ഞാൽ പൊളിയില്ലേ? അത് മറ്റൊരു കള്ളം. ഒറ്റ കാര്യം, അതായത് ഈ PM ശ്രീയിലെ ഫണ്ട് മാത്രമേ ഇല്ലാതാവൂ എന്നാണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ മറ്റ് ഫണ്ടുകളെ കൂടി ബാധിക്കുമോ എന്നായിരുന്നു. അപ്പോൾ അതിലെന്താണ് പിന്നീട്? ഇല്ല, അത് സംഭവിച്ചത് എനിക്ക് തന്നെ ലഭിച്ചൊരു മറുപടിയുണ്ട്. ഈ ചോദ്യം നിങ്ങൾ ഇതുവരെ എനിക്കറിയാം. ആ മറുപടി 30/7/2025 എനിക്ക് ലഭിച്ച ഒരു മറുപടിയാണ്. ആ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സമഗ്ര ശിക്ഷ ഫണ്ട്, ആ ഫണ്ടുമായി അലോക്കേഷൻ ഓഫ് സമഗ്ര ശിക്ഷ ഫണ്ടായിരുന്നു എൻ്റെ ആ ക്വസ്റ്റ്യൻ. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾ NEP ഭാഗമാണ്. അവർ പറഞ്ഞ കാര്യം NEP സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ട് കേന്ദ്രവിഹിതം കോടിക്കണക്കിന് രൂപ കേരള ഗവൺമെൻറ് കിട്ടാനുണ്ടായിരുന്നു. വർഷങ്ങളോളം അത് തടഞ്ഞു വെച്ചതിനെതിരെ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി. എന്താണ് എന്നവർ വ്യക്തമാക്കിയത്, ഇത് NEP ഭാഗമാണ് സമഗ്ര ശിക്ഷ. ഇത് NEP തന്നെ NEP ഷോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് PM ശ്രീ. അപ്പോൾ PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് സമഗ്ര ശിക്ഷ കേരള ഫണ്ട് ഞങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു എന്ന് അന്ന് രേഖാമൂലം ഞങ്ങൾക്ക് ലഭിച്ച മറുപടിയാണ്. അത് എനിക്ക് മാത്രമല്ല, ഏതാണ്ടല്ല LDF MP കിട്ടി. എനിക്ക് തന്നെ 30/7/2025 സംബന്ധിച്ച് മറുപടി നൽകിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പശ്ചാത്തലം.